നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോട്ടയം ആർക്കുന്നത്ത് മക്കളുമൊത്ത അഭിഭാഷക ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതി ജോസഫിന്റെ ശബ്ദ പരിശോധന നടത്തും. തിരുവനന്തപുരത്തെ ലാബിലാണ് പരിശോധന നടത്തുക. മരിച്ച ജിസ്മോളുടെ ഭർത്താവിന്റെ അച്ഛനാണ് ജോസഫ്. ജോസഫിന്റെ ഫോണിൽ നിന്ന് കണ്ടെത്തിയ ചില ശബ്ദ സന്ദേശങ്ങളിൽ വ്യക്തത വരുത്താനാണ് പരിശോധന നടത്തുക. UK-യിലുള്ള മകളും ജിസ്മോളുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നായിരുന്നു കുടുംബ പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. വീട്ടിലെ പ്രശ്നങ്ങളിൽ ഭർത്തൃ സഹോദരി ഇടപെടുന്നതിനെതിരെ UK-യിലുള്ള ഇവരുടെ ഭർത്താവിന് ജിസ്മോൾ സന്ദേശം അയച്ചിരുന്നു. തുടർന്ന് മകളുടെ ഭർത്താവ് ജോസഫിനെ വിളിച്ച് വിവരങ്ങൾ തിരക്കിയത് പ്രശ്നം വീണ്ടും രൂക്ഷമാക്കി. ഇതിന്റെ പേരിൽ ഭർത്തൃപിതാവ് ജോസഫ് ജിസ്മോളെ ശകാരിച്ചു. അച്ചാച്ച, ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് ഭർത്തൃപിതാവിനോട് ഫോണിലൂടെ പറഞ്ഞിരുന്നു. ഇതും തെളിവായി പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഞാൻ കണക്കിന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ വീട്ടിൽ ആത്മഹത്യ നടക്കുമെന്ന ഭർത്തൃപിതാവ് ജോസഫ് കേസിലെ 4ാം പ്രതിയായ UK-യിലുള്ള മകൾക്ക് സംഭവ ദിവസം വാട്സാപ്പ് സന്ദേശം അയച്ചിരുന്നു. ഇതും പ്രതികൾക്കെതിരായ പ്രധാന തെളിവുകളിൽ ഒന്നാണ്. ഈ ഓഡിയോയുടെ ആധികാരികത ഉറപ്പിക്കാനാണ് ശബ്ദ പരിശോധന. 1 വയസ്സുള്ള നോറയെയും 4 വയസ്സുകാരി നേഹയും കൂട്ടി ജിസ്മോൾ ആറ്റിൽ ചാടി ജീവനൊടുക്കിയിട്ട് 1 മാസം പിന്നിട്ടു. പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്നാണ് യുവതിയുടെ കുടുംബത്തിന്റെ ആക്ഷേപം. മരിച്ച ജിസ്മോളുടെ ഭർത്താവിന്റെ അമ്മയും സഹോദരിയും പ്രതി ചേർത്തിട്ടും അറസ്റ്റ് ചെയ്യാത്തതാണ് വിവാദം. അന്വേഷണം CBI ഏൽപ്പിക്കുമെന്ന ആവശ്യവും ഉയർന്നുണ്ട്. ഇതിനായി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കുടുംബം. ഭർത്താവിന്റെ വീട്ടിലെ ഗാർഹിക പീഡനവും ഉപദ്രവവുമാണ് യുവതിയെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നായിരുന്നു ആരോപണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റുമാനൂർ പോലീസ് ആത്മഹത്യാ പ്രേരണയും ഗാർഹിക പീഡനവും അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. ഭർത്താവ് ജിമ്മി, ഇയാളുടെ അച്ഛൻ ജോസഫ്, അമ്മ ബീന, സഹോദരി ദീപ എന്നിവരാണ് പ്രതികൾ. കഴിഞ്ഞ മാസം 30-ന് ജിമ്മിയെയും ജോസഫിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പക്ഷേ ബീനയും ദീപയും കസ്റ്റഡിയിലെടുത്തിട്ടില്ല. അന്വേഷണത്തിൽ പോരായ്മകളുണ്ടെന്ന് കാണിച്ച് ജിസ്മോളുടെ അച്ഛൻ തോമസ് സംസ്ഥാന പോലീസ് മേധാവിക്കും വനിതാ കമ്മീഷനും പരാതി അയച്ചിട്ടുണ്ട്. പരമാവധി തെളിവുകൾ ശേഖരിച്ചാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നതെന്നാണ് പോലീസ് വിശദീകരണം. ശസ്ത്രക്രിയ കഴിഞ്ഞ ചികിത്സയിലുള്ളതിനാലാണ് 3ാം പ്രതിയായ അമ്മ ബീനെ കസ്റ്റഡിയിലെടുക്കാത്തത്. വിദേശത്തുള്ള 4ാം പ്രതി ദീപയെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ നടക്കുന്നതായും പോലീസ് വിശദീകരിക്കുന്നുണ്ട്. മുത്തോലി പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റായിരുന്നു ജിസ്മോൾ. ജിമ്മിയുടെ നീറിക്കാട്ടെ വീട്ടിൽ പരിശോധന നടത്തിയ ഏറ്റുമാനൂർ പോലീസ് ബന്ധുക്കളിൽ നിന്നും അയൽവാസികളിൽ നിന്നും മൊഴിയെടുക്കുകയും ജിസ്മോളുടെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. മുത്തോലി പഞ്ചായത്ത് മുൻ പ്രസിഡന്റും ഹൈക്കോടതിയിലെ അഭിഭാഷകയുമാണ് ജിസ്മോൾ. മക്കളെയും കൂട്ടി ജിസ്മോൾ ആറ്റുചാടി ജീവനെടുക്കുകയായിരുന്നു. സ്കൂട്ടറിൽ മക്കളോടൊപ്പം എത്തിയ ജിസ്മോൾ സ്കൂട്ടർ റോഡരികിൽ നിർത്തിയിട്ട ശേഷം ആറമാനൂർ പള്ളിക്കുന്ന് കടവിൽ നിന്ന് ആറ്റിലേക്ക് ചാടുകയായിരുന്നുവെന്നാണ് പോലീസ് പറഞ്ഞത്. ആഴവും ഒഴുക്കുമുള്ള അപകട മേഖലയാണ് ഇവിടം. 50 മീറ്ററോളം അകലെ വെള്ളത്തിലൂടെ ഒഴുകി വരുന്നത് കണ്ട നാട്ടുകാരാണ് കുഞ്ഞുങ്ങളെ കരയിലേക്ക് എത്തിച്ചത്. ആറിന്റെ മറുകരയിൽ നിന്ന് ജിസ്മോളെയും കണ്ടെത്തി. മൂവരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും രക്ഷിക്കാനായില്ല. സംഭവത്തിൽ ജിസ്മോളുടെ ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ ആരോപണമുയർന്നു. ജിസ്മോളെ ഭർത്താവ് ജിമ്മി സ്ഥിരമായി മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്നും കടുത്ത ശാരീരിക മാനസിക പീഡനത്തിനൊടുവിലാണ് മക്കൾക്കൊപ്പം പുഴയിൽ ചാടി ജീവനൊടുക്കിയതെന്നും കുടുംബം വ്യക്തമാക്കിയിരുന്നു. ഉയർന്ന സാമ്പത്തിക സ്ഥിതിയുള്ള ജിമ്മിയുടെ വീട്ടിൽ ജിസ്മോളുടെ അത്യാവശ്യങ്ങൾക്ക് പോലും പണം നൽകിയിരുന്നില്ല. മരിക്കുന്നതിന് മുൻപ് വീട്ടിൽ നടന്ന പ്രശ്നങ്ങളാണ് ആത്മഹത്യയ്ക്ക് പ്രകോപനം. ഈ പ്രശ്നങ്ങൾ എന്താണെന്ന് പോലീസ് അന്വേഷിക്കണമെന്നും കണ്ടെത്തണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. പുഴയിൽ ചാടുന്നതിന് മുൻപ് ജിസ്മോൾ രാവിലെയും മക്കൾക്കൊപ്പം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. രാവിലെ ജിസ്മോൾ കൈത്തണ്ട മുറിച്ചു. കുട്ടികൾക്ക് വിഷം നൽകി. ഈ ശ്രമം പരാജയപ്പെട്ടതോടെ പുഴയിൽ ചാടി ജീവനൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. 2019-ലായിരുന്നു ഏറ്റുമാനൂർ നീർക്കാട് മക്കളെയും കൊണ്ട് പുഴയിൽ ചാടി ജീവനൊടുക്കിയ ജിസ്മോളും ജിമ്മിയും വിവാഹിതരായത്. കോടികൾ ചെലവാക്കിയ വിവാഹത്തിനൊടുവിൽ ബാക്കിയായത് ജീവനേറ്റ 3 ശരീരങ്ങളാണ്. ഏറെ സ്വപ്നങ്ങളുമായി ജിമ്മിയുടെ കൈപിടിച്ചെത്തിയ വീട്ടിൽ നേരിട്ടത് കൊടിയ പീഡനമായിരുന്നു. ഭർത്താവ് ജിമ്മിയും സഹോദരിയും അമ്മായിയമ്മയും ഒരുപോലെ ജിസ്മോളെ ഉപദ്രവിച്ചതായാണ് സഹോദരൻ ജിറ്റു പറയുന്നത്. കിട്ടിയ സ്ത്രീധനം പോരെന്നും എന്റെ പെൺമക്കളെ വലിയ സ്ത്രീധനം നൽകിയാണ് കെട്ടിച്ചയച്ചതെന്നും അമ്മായിയമ്മ പറയുമായിരുന്നു. ജിമ്മിയുടെ മൂത്ത സഹോദരി ഭർത്തൃ വീട്ടിലേക്ക് പോവാതെ ആ വീട്ടിൽ തന്നെ തുടർന്ന് ജിസ്മോളെ പലതരത്തിൽ ഉപദ്രവിച്ചു. കുടുംബം ഇല്ലാതാവാതിരിക്കാൻ എല്ലാം സഹിച്ച് ആ വീട്ടിൽ തുടരുകയായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു. ജിസ്മോൾ കറുത്തിട്ടാണെന്നും മറ്റും പറഞ്ഞവർ ജിസ്മോളെ ഉപദ്രവിച്ചു. വിവാഹ ജീവിതത്തിലെ പ്രതിസന്ധി സംബന്ധിച്ച് ജിസ്മോൾ 2020-ൽ ഷെയർ ചെയ്ത ഫേസ്ബുക്ക് പോസ്റ്റും ഇതോടൊപ്പം ചർച്ചയായിരുന്നു. പെൺമക്കളെ കെട്ടിച്ചയക്കേണ്ടത് പണം കായ്ക്കുന്ന മരമുള്ള വീട്ടിലേക്കല്ല, മനസ്സ് തുറന്ന് സ്നേഹിക്കുന്ന മനുഷ്യരുള്ള വീട്ടിലേക്കാണ്. 2020 സെപ്റ്റംബർ 25-ന് അഡ്വക്കേറ്റ് ജിസ്മോൾ ഫേസ്ബുക്കിൽ പങ്കുവച്ചതാണ് ഈ കുറിപ്പ്. വിവാഹത്തിന്റെ തുടക്കകാലം മുതൽ തന്നെ കടുത്ത മാനസിക ശാരീരിക പീഡനങ്ങളിലൂടെയാണ് ജിസ്മോൾ കടന്നുപോയതെന്ന് കുടുംബത്തിന്റെ ആരോപണത്തെ സാധൂകരിക്കുന്നതായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ്. നിറത്തിന്റെയും സ്ത്രീധനത്തിന്റെയും പേരുള്ള കുത്തുവാക്കുകളായിരുന്നു ഏറെയും. ഇതിനിടെ ജിസ്മോളെ പലവട്ടം വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നതായും സഹോദരൻ ജിറ്റു പറയുന്നുണ്ട്. ജിസ്മോളെ ഭർത്താവ് ജിമ്മി സ്ഥിരമായി മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്നും കടുത്ത ശാരീരിക മാനസിക പീഡനത്തിനൊടുവിൽ മക്കൾക്കൊപ്പം പുഴയിൽ ചാടി ജീവനൊടുക്കിയതാണെന്നും കുടുംബം പറയുന്നു. മരിക്കുന്നതിന് 2 ദിവസങ്ങൾക്ക് മുൻപ് ജിസ്മോൾ സഹോദരൻ ജിറ്റുവിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. ഏറെ ശുഭാപ്തി വിശ്വാസത്തോടെ സംസാരിച്ച് ഫോൺ വെച്ച് ജിസ്മോളുടെ മക്കളുടെ മരണവാർത്തയാണ് പിന്നാലെ ആ കുടുംബം കേട്ടത്.
ജിമ്മിയുടെയും അമ്മയും സഹോദരിയും വീട്ടിൽ കടുത്ത മാനസിക പീഡനം നടത്തിയിരുന്നതായും പിതാവ് PK തോമസ് പറഞ്ഞു. ഉയർന്ന സാമ്പത്തിക സ്ഥിതിയുള്ള ജിമ്മിയുടെ വീട്ടിൽ ജിസ്മോളുടെ അത്യാവശ്യങ്ങൾക്ക് പോലും പണം നൽകിയിരുന്നില്ല. മരിക്കുന്നതിന് മുൻപ് വീട്ടിൽ നടന്ന പ്രശ്നങ്ങളാണ് ആത്മഹത്യയ്ക്ക് പ്രകോപനം. ഈ പ്രശ്നങ്ങൾ എന്താണെന്ന് പോലീസ് അന്വേഷിക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. മകൾക്കും മകളുടെ കുഞ്ഞുങ്ങൾക്കും നീതി കിട്ടാൻ ഏതറ്റം വരെ പോകാനാണ് ഈ കുടുംബത്തിന്റെ തീരുമാനം. ആത്മഹത്യ ചെയ്ത ദിവസം രാവിലെ മുതൽ വീട്ടിൽ നിന്ന് കുട്ടികളെ കരച്ചിൽ കേട്ടിരുന്നുവെന്ന് അയൽവാസികൾ വെളിപ്പെടുത്തിയിരുന്നു. വീട്ടിലെ കിടപ്പുമുറിയിൽ ഫാനിൽ തൂങ്ങി മരിക്കാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ടെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. രാവിലെ തന്നെ ജീവനെടുക്കാനായി ജിസ്മോൾ ശ്രമം നടത്തിയതായി പോലീസ് പറയുന്നു. ഞരമ്പ് മുറിച്ചതുപോലെ കയ്യിൽ പാടുണ്ടായിരുന്നു. നടുവിന് മുകളിൽ പൊള്ളലേറ്റതിന് സമാനമായ പാടുകൾ ഉണ്ടായിരുന്നു. ഇത് രക്ഷാപ്രവർത്തനം നടത്തിയ നാട്ടുകാർ പറഞ്ഞതാണ്. ജിസ്മോൾ വിഷം കഴിക്കുകയും ചെയ്തു. വീട്ടിലെ ഫാനിന്റെ ലീഫ് വളഞ്ഞാണിരുന്നത്. തൂങ്ങി മരിക്കാനും ഇതിലൂടെ ശ്രമം നടത്തിയതായി പോലീസ് സംശയിച്ചു. മുറിയിൽ രക്തത്തിന്റെ കറ കണ്ടെത്തി. ഇത് രാവിലെ ജിസ്മോൾ കൈത്തണ്ട മുറിച്ചതാണെന്നാണ് പോലീസ് പറഞ്ഞത്. മുറിയിൽ നിന്ന് ഒഴിഞ്ഞ വിഷക്കുപ്പിയും പോലീസ് കണ്ടെത്തി. ഇതിനുശേഷമാണ് ആറ്റിൽ ചാടിയത്. രാവിലെ വീട്ടിൽ വെച്ച് തന്നെ കുഞ്ഞുങ്ങൾക്ക് വിഷവും നൽകി. എന്നാൽ തുടർച്ചയായുള്ള ആത്മഹത്യാ ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെയാണ് ജിസ്മോൾ കുഞ്ഞുങ്ങളുമായി ആറ്റിൽ ചാടാൻ തീരുമാനിച്ചത്. വീട്ടുജോലിക്കാരിയെ സംഭവ ദിവസം നേരത്തെ തന്നെ പറഞ്ഞുവിട്ടു. മക്കളുമായി ജിസ്മോൾ സ്കൂട്ടറിൽ കടവിലേക്ക് എത്തി ഇവിടെ കുറച്ചു സമയം ചെലവഴിച്ചു. ഇതിനുശേഷമാണ് പുഴയിലേക്ക് ചാടിയത്. പുഴയിലേക്ക് ചാടിയ ഉടനെ നാട്ടുകാരെത്തി ഇവരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. എന്നാൽ ആശുപത്രിയിലെത്തി അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും 3 പേരുടെയും ജീവൻ നഷ്ടമായി. അമ്മയുടെ അപ്രതീക്ഷിത വിയോഗമാണ് ജിസ്മോളെ രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ചത്. പഞ്ചായത്ത് ഭരണസമിതി യോഗം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും വഴി 2017 ആണ്ടൂർ കവലയിലുണ്ടായ സ്കൂട്ടർ അപകടത്തിലാണ് ജിസ്മോളുടെ അമ്മ ലിസി തോമസ് മരിച്ചത്. മുത്തോലി തെക്കുമുറി വാർഡ് അംഗമായിരുന്നു ലിസി. ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ജിസ്മോൾ വിജയിച്ചു. 2018 പഞ്ചായത്ത് അംഗമായി. 2019-20 കാലത്ത് പ്രസിഡന്റുമായി. ഈ കാലത്താണ് വിവാഹം നടന്നത്. തുടർന്ന് സജീവ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച ജിസ്മോൾ പാലായിലും ഹൈക്കോടതിയുമായി പ്രാക്ടീസ് ചെയ്തു. ഫാനിൽ തൂങ്ങാനും അണുനാശിനി കുടിക്കാനും ശ്രമിച്ചതിന്റെ അടയാളങ്ങളും കൈഞ്ഞരമ്പ് മുറിച്ചപ്പോഴുണ്ടായ രക്തക്കറയും മാത്രമായിരുന്നു വീട്ടിലെത്തിയ പോലീസിന് അന്ന് കാണാനായത്. സംഭവ ദിവസം രാവിലെ 9:30 താൻ ഇവരുടെ വീട്ടിലെത്തി ബെല്ലടിച്ചുവെങ്കിലും കതക് തുറന്നില്ലെന്നും വീട്ടുജോലിക്കാരി ബന്ധുക്കളോട് പറഞ്ഞിരുന്നു. വീടിന്റെ പിന്നിലൂടെ എത്തി വിളിച്ചപ്പോൾ താൻ കുളിമുറിയിലാണെന്നാണ് ജിസ്മോൾ വിളിച്ചു പറഞ്ഞത്. അവരെല്ലാം ആശുപത്രിയിൽ പോയി. താനൊന്ന് ഓഫീസിൽ പോകുന്നില്ല, ചേച്ചി തിരികെ പൊയ്ക്കോളൂവെന്നും വീടിനുള്ളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ജനാലയും അടച്ച നിലയിലായിരുന്നു. ഇതോടെ താൻ തിരികെ പോയതായും ജോലിക്കാരി വെളിപ്പെടുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.